ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. എന്ത് ഞാനായിരുന്നു, സോറി. ഓക്കെ, പെട്ടെന്ന് കഴിച്ചു. ഞാൻ വന്നത് ഉഗ്രൻ ഓഡിയൻസ്. ഞാൻ എന്റെ ലൈഫിൽ ഇതുപോലത്തെ ഓഡിയൻസിനെ കണ്ടിട്ടില്ലെന്ന് വേണേ പറയാം. അത് ആരുടെയും കൈ ടൂൾസ് ഇല്ല. പരിപാടി പെട്ടെന്ന് പെട്ടെന്ന്. പ്രിയരെ, ഓടനാവട്ടം. ദൈവമേ, പേരിൽ തന്നെ ഉണ്ടല്ലോ ഓട്ടം. ഓടനാവട്ടം ഓമനക്കുട്ടനും സംഘവും അവതരിപ്പിക്കുന്ന കോപ്രായം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. ആശാനെ, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. എന്ത് ഈ കോപ്രായം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? എടാ, അത് പണ്ട് ഈ ഓടി ഇട്ടിട്ട് ലിപ്പ് അനക്കുന്നതിനൊക്കെ നമ്മൾ കോപ്രായം എന്നാണ് പറയുന്നത്. ഓ, അതുകൊണ്ടല്ലേ പറഞ്ഞേ? അല്ല, ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ നീയൊക്കെയല്ലേ കളിക്കുന്നേ ആശാനെ. പിന്നെ ഫ്ലോ സ്റ്റേജിൽ കയറി കളിക്കാവുള്ളതല്ലേ. സ്റ്റേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സൂപ്പർ സ്റ്റേജ്. എടാ, 10 പേര് കിടന്ന് തുള്ളിയാ പോലും ആ സ്റ്റേജ് ഒന്ന് കുലുങ്ങത്തിലടാ. എന്തൊരു പവറടാ സ്റ്റേജിന്. മണ്ടന്മാര്. എന്ത് നമ്മുടെ പരിപാടിയാന്ന് പറഞ്ഞിട്ട് എന്തിനിത്ര ബലത്തിൽ കിട്ടിയെന്ന? എന്താണേലും പൊളിയും. പിന്നെ എന്തിനാ? എടാ ഉണ്ണി, നീ വൃത്തികെട്ട വർത്താനം പറയല്ലേ. ഇല്ല. അയ്യേ, ഇങ്ങ വന്നേ. അയ്യേ, ഇതെന്തോടെ വേറെ വേറെ ചെരുപ്പിട്ടോണ്ട് വന്നേക്കുന്നേ? വീട്ടിൽ ഒരേപോലത്തെ ചെരുപ്പൊന്നും ഇല്ലേ? എറിയുന്ന മാറത്ത് പറയാൻ പറ്റുമോ ജോഡിയുള്ള ചെരുപ്പെടുത്ത് എറിയാൻ? എനിക്ക് കിട്ടുന്നതല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അത് കൊള്ളാല്ല. എന്ത് കൊള്ളാല്ലെന്ന്? എനിക്ക് കിട്ടുന്നതല്ലേ ഇടാൻ പറ്റൂ. നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നാടകം നമ്മുടെ പൊളിഞ്ഞത്. എന്തുണ്ടായാലും എന്റെ തലയിൽ തന്നെ അവസാനം കൊണ്ടിടണം കേട്ടോ. ഞാൻ എന്തോ ചെയ്തെന്നാ? എടാ പൊന്നു പോലെ, നിനക്ക് ഞാൻ എന്തോ വെച്ചാ നാടകത്തിൽ തന്നത്? പീലാത്തോസായിട്ട്. പീലാത്തോസ് നാടകത്തിൽ എന്തോ ചെയ്യുന്നത്? ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നും പറഞ്ഞു പീലാത്തോസ് കൈ കഴുകുന്നു. അതുവരെ ഓക്കെ, താങ്ക് യു. ഏത് പീലാത്തോസാണ് കൈ കഴുകിട്ട് ടിഷ്യൂ പേപ്പറിലിട്ട് തുറക്കുന്നത്? പറയണ മോനെ. അതെ, നിങ്ങൾ എന്നെ ചുമ്മാ കളിയാക്കല്ലോ. ഒന്നില്ലെങ്കിൽ ഞാൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാ. അതിന്റെയെങ്കിലും വില എനിക്ക് നിങ്ങൾ തരണം. ആര്? സ്ക്രിപ്റ്റ് റൈറ്റർ. നീയാ? ഏത് സ്ക്രിപ്റ്റ്? ഓർമ്മയ്ക്കായി. അത് ഞാൻ എഴുതി തീർന്നതും ആദ്യമേ വായിച്ച് കേൾപ്പിച്ചത് എൻ്റെ സ്വന്തം അച്ഛനായിരുന്നു. പക്ഷെ വായിച്ച് കേൾപ്പിച്ച് തീർന്നതും എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടങ്ങ് പോയി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ സ്ക്രിപ്റ്റിന് ഓർമ്മയ്ക്കായി എന്ന് പേരിട്ടത്. അപ്പൊ അതിന് ഓർമ്മയ്ക്കായി നല്ല പേരിടണ്ട. പിന്നെ തന്തയെ കൊല്ലി നീ ആയതുകൊണ്ട് അതാണ് ആ പേരിടണം. നിങ്ങൾ എന്തിനാ ചുമ്മാ എന്റെ തലയിൽ തന്നെ എപ്പോഴും കയറുന്ന? ആ കിച്ചുനെ ഇങ്ങനെ പരിപാടിയൊക്കെ കാണിക്കില്ല. അവനെ മഴക്ക് പറഞ്ഞൂടെ? കിച്ചുനെയും പറയാൻ അവനിനി ഇവിടെ ഇല്ലല്ലോ. അവനോട് പോയി അവനെ ഞാൻ ഉപയോഗിച്ചു കളഞ്ഞു. ഡിസ്പോസിബിൾ പ്ലേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ ഡിസ്പോസിബിൾ കിച്ചു എന്നൊക്കെ കേൾക്കുന്നത്. എടാ, കിച്ചുനെ ഇനി എനിക്ക് ഇവിടെ ആവശ്യമില്ല. അവന് ഞാനൊരു ഉഗ്രൻ കഥാപാത്രമാണ് ഇതിൽ കൊടുത്തത്. ആരാ? യൂദാസിന്റെ. ആണേ. യൂദാസ് നാടകത്തിൽ എപ്പോഴാണ് ഒറ്റുന്നത്? ക്ലൈമാക്സിൽ ആണേ. ഈ നാറിയുടെ വകയിൽ ഒരു പെങ്ങടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് കർട്ടൻ പൊങ്ങിയതും ഇവൻ ഫ്രണ്ടിൽ കണ്ട ഒരു മാലാകയെ ഒറ്റിയിട്ട് എവ ഒരു പോക്കടാ. അയ്യോ, പിന്നെ ഞാൻ പെട്ടൊരു പാടെ റിവേഴ്സിലാണ് ഞാൻ ആ നാടകം കളിച്ച് തീർത്തത്. അപ്പൊ കിച്ചു ഇല്ല? ഇല്ല. അയ്യോ, കിച്ചു ഇല്ലേ? ഇല്ലെന്ന്. കിച്ചു ഇല്ലെങ്കിൽ ഇന്റർവെല്ലിൽ കർട്ടൻ വന്ന് ആര് വലിക്കും? ഓരോരോ ആഗ്രഹങ്ങളെ ഇന്റർവെൽ വരെ കളിക്കാന്ന്. മേക്കപ്പ് ചെയ്യടാ. കിച്ചു ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, കുന്തൻ രാജിവെക്കട്ടെ. കുന്തത്തിന് സർക്കാർ ജോലിയുണ്ടോ രാജിവെക്കാൻ? എടാ ഉണ്ണി, എടാ രാജി മാലാകയായിട്ട് നിൽക്കുന്ന രാജി, അവള് കുന്തം പിടിക്കട്ടേന്ന്. നീ പോയി പീലാത്തോസിന്റെ വേഷം കിട്ടും. പെട്ടെന്ന് ആച്ചാനെ. എന്ത് തിങ്ങ വന്നേന്ന് പെട്ടെന്ന് വാ. നിക്കുന്നവനെ കണ്ട? അവൻ നമ്മൾ എവിടെ പരിപാടി ചെയ്യാൻ പോലും അവിടെ അവൻ കാണും. നമ്മളെ എപ്പോഴും തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്ത്? എടാ, ഇവൻ നമ്മുടെ ക്ലൈമാക്സിൽ മറ്റേ കള്ളനായിട്ട് വരുന്നത്. അതിന് ഞാൻ ഇതുവരെ ഇവനെ കണ്ടിട്ടില്ലല്ലോ. ഇതുവരെ അതിന് നമ്മൾ ക്ലൈമാക്സ് കളിച്ചിട്ടില്ലല്ലോ. നല്ലൊരു റീസൺ ആയതുകൊണ്ട് എനിക്ക് പറയാൻ ഉത്തരവില്ല. ഓക്കെ മേക്കപ്പ് പെട്ടെന്ന്. എന്തോ പറയാനാണോ? ഒരു ഓഞ്ഞ സമിതി വന്ന് ചേർന്ന്. ഓഞ്ഞ സമിതിയാ? ആറ് ഓഞ്ഞ സമിതി? എന്റെ അച്ഛൻ മരണക്കിടക്കെ കിടക്കുമ്പോ എനിക്ക് കൈമാറിയതാണ് ഈ സമിതി. അപ്പൊ നീ സമിതിയെ പറ്റി അധികം സംസാരിക്കല്ലേ കേട്ടോ. അപ്പൊ തന്ത മരണ സർട്ടിഫിക്കറ്റ് തന്നിട്ടാണ് പോയത്. എടാ മേക്കപ്പ് ചെയ്യടാ. നിന്നോട് ഞാനൊന്നുമില്ല സംസാരിക്കാൻ. ചുമ്മാ. ആശാനെ, എന്ത്? എനിക്കൊരു അബദ്ധം പറ്റി കേട്ടാ. എന്ത്? ഇന്നലെ ഞാൻ നിങ്ങളുടെ കണ്ണാടി എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. അതെന്ത്? ഇതിൽ കൂടെ നോക്കിയിട്ട് നിങ്ങളെ മാത്രമേ കാണാൻ പറ്റുന്നത്. ആദ്യമേ പുല്ലിനകത്ത് ഒരു ഗ്ലാസ് ഉണ്ടാക്കി എന്നിട്ട് സൗന്ദര്യം ഉണ്ടാക്കുക കേട്ടാ. ചുമ്മാ അല്ല, എന്തോ ഉണ്ടാക്കുമായിരുന്നു? ലിപ്സ്റ്റിക് ഇടാൻ വരുമായിരുന്നു.
ലിപ്സ്റ്റിക് ഇടാൻ വരുമായിരുന്നു. നീ എന്തോ വേണേലും ചെയ്തോ, ലിപ്സ്റ്റിക്ക് മാത്രം തേക്കല്ലേ. അതെന്ത്? എടാ പട്ടി, നിനക്കറിയാലോ നിന്റെ എന്റെ ചുണ്ടിന്റെ അളവ് ഒന്നാന്ന്. അറിയാം. നീ ഓരോ തോന്നിവാസം കാണിച്ചു വെക്കും, അടി മൊത്തം കൊള്ളുന്നത് ഞാനാ. അതുകൊണ്ട് നീ ലിപ്സ്റ്റിക് ഉണ്ടാക്കണ്ട, വേറെ എന്തേലും ചെയ്തോ. ഇയാൾ എന്തിനാണോ എപ്പോഴും എന്നെ മാത്രം വഴക്ക് പറയുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? ചൊറി വരുമ്പോ എന്നെ മാത്രം വഴക്ക്. ഡേ പിന്നെ ആ, ഈ ഇടയ്ക്ക് ബഹിരാകാശത്ത് ഏതോ ഒരു പുള്ളിക്കാരി പോയല്ലേ, സുനിതാ വില്യംസ്, ഏതോ ഒരു പുള്ളിക്കാരി. അല്ല അവർക്കൊക്കെ ഭയങ്കര കഴിവ് തന്നെ കേട്ടോ. നമുക്കൊന്നും അങ്ങനെ ഒന്നും നടക്കൂല, ഭയങ്കര കഴിവ് തന്നെ. ആശാന് ചിലപ്പോ ഇന്ന് മേളിൽ പോകാൻ പറ്റുമായിരിക്കും. അങ്ങനെ നേരത്തെ ഒരു കമ്മറ്റിക്കാരൻ ആശാന്റെ സൈസും ലെങ്ത്തും ഒക്കെ ചോദിച്ചിട്ട് വന്ന് ഞാൻ കണ്ടായിരുന്നു. എടാ അതും ഈ ബഹിരാകാശത്തൊക്കെ എന്താ ബന്ധം? അവന്റെ കയ്യിൽ ആശാന്റെ അത്ര നീളമുള്ളായിരുന്ന ഒരു എലിവാണം ഉണ്ടായിരുന്നു. ഇന്ന് അധികം വൈകാതെ മേളിൽ പോയി ഷൈൻ ചെയ്യാം. എടാ പോടാ വിളിച്ചു. പിന്നെ കൊണ്ടുപോകുമ്പോ ഒരു തയ്യും കൂടെ കൊണ്ടുപോകണം കേട്ടോ. എന്തിന്? മേളിൽ പോയി ചീരകൃഷി നടത്താലോ. എടാ പോടാ അവിടുന്ന് ചുമ്മാ തമാശ പറയാതെ. എന്തോ തമാശ? ഞാൻ നീ തമാശയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. നീ വന്നേ. എന്തോ എന്തുവാന്ന് പറ. എനിക്കൊരു കാര്യം പറയാം. നീ പറ. ഇനി അധിക കാലം ഈ സമിതി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കെങ്കിലും തോന്നിയല്ലേ? ഞാൻ ഓർത്ത് എനിക്ക് മാത്രമേ തോന്നിയുള്ളൂ. പറയട്ടെ. അപ്പോ കേക്കടാ, ഞാൻ പറ. നിങ്ങള് ഇതുള്ളത്രയും കാലം നീയെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകണം. നീ ഇത് വെച്ചോ അഡ്വാൻസ് ആയിട്ട്. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതിടാ, വേറെ ആരും ഇല്ലെങ്കിൽ നീയെങ്കിലും എൻ്റെ കൂടെ കാണണം. നിങ്ങൾ തരുവാണെങ്കിൽ ഇതെനിക്ക് അഡ്വാൻസ് അല്ല, പിന്നെ ഇൻഷുറൻസ്. പേടിച്ചാണ് നിങ്ങളുടെ കൂടെ അത്രയും കാലം ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേണ്ട, ഞാൻ പോവാം. എങ്ങനെ നടക്കായിരിക്കും? എങ്ങനെ പൊളിയായിരിക്കും? ഇവിടെ ഉള്ള ഒരുത്തനും ദൈവഭക്തി ഇല്ല, പിന്നെ എങ്ങനെ ഈ നാടകം പൊളിയായിരിക്കും? അത് മാത്രം പറയല്ലേ. ഈ നാടകത്തിലുള്ള എല്ലാമാർക്കും ദൈവഭക്തി ഉണ്ട്, പക്ഷെ അത് വേറെ റൂട്ടിലാന്നേ ഉള്ളൂ. എങ്ങനെ? ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നാടകം തുടങ്ങുന്നതിന് മുന്നേ ആയിരിക്കും ദൈവത്തിനെ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ, നാടകം കഴിഞ്ഞതിന് ശേഷം ദൈവത്തിനെ വിളിക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു വിളി വരും. എടാ നമ്മൾ നാടകം എവിടൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. നീ എന്താ അതിനെ കുറിച്ച് പറയാത്ര ഉണ്ണി? എവിടെയൊക്കെ കളിച്ചിട്ടുണ്ട് പറ. സെന്റ് ജോർജ്, സെന്റ് തോമസ്, സെന്റ് പോൾസ്, ഇവിടൊക്കെ കളിച്ചിട്ട് നമ്മുടെ നാടകം വിജയിച്ചില്ലേ? പറയുന്ന കേട്ടാത്തൊന്നും ഇതെല്ലാം പള്ളിയാണ്. എവിടുന്ന്? ഇത് മൊത്തം അംഗനവാടിയാ. പെടുക്ക അറിയാൻ വയ്യാത്ത പിള്ളേരുടെ ഫ്രണ്ടിൽ കോനാമ്പീച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവര് ചിരിക്കാതിരിക്കോ? ഓരോ കാരണം കൊണ്ട് എന്റെ അടുത്ത് വരരുത്. അംഗനവാടി കളിച്ചു കയറ്റി വെച്ചു. ജീവിതത്തിൽ കുറെ പ്രതിസന്ധികൾ വരും, നമ്മളത് നേരിടണം. നേരിട്ടാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നീ നിന്റെ മനസ്സിൽ വെച്ചേക്കണം. ഇതിപ്പോ എന്തിനാ ഇവിടെ പറഞ്ഞു? 2 മിനിറ്റിനകം നാടകം ഇപ്പൊ തുടങ്ങുമോ? നാടകക്കാരുടെ ശ്രദ്ധയ്ക്ക്, വിക്ടറി ക്ലബിന്റെ സംഘാടകർ ചില കാരണങ്ങളാൽ ആശുപത്രിയിലായതിനാൽ നാടകം ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ വിഷമിക്കേണ്ട, പൈസ മൊത്തം തരുന്നതായിരിക്കും. സഹകരിക്കുക. അയ്യോ അയ്യോ അയ്യോ. ശാശാൻ ഇങ്ങനെ കരയല്ലേ? ഇതെന്തുവാന്നറിയാം സംഭവം? ഇത്രയും വർഷം ഇങ്ങനെ നാടകം കളിച്ചിട്ട് ആദ്യമായിട്ട് കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമം. ഇതൊന്നുമല്ല അച്ഛനെ കരയ. പിന്നെ എന്ത് കരയാതെ? ഒരു ദിവസം ആംബുലൻസിന്റെ സൈറൻ കേൾക്കാതെ വീട്ടിൽ പോകാൻ പറ്റുമല്ലോ. അപ്പൊ കരഞ്ഞല്ലേ? സന്തോഷക്കണ്ണീരാടാ.